ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഹണി ഗ്ലേസ്ഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചതാണ്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ്. 1.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ അധികം ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ വേണം. ഒരു 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേൻ എടുത്തിട്ടുണ്ട്. തേനാണ് നമ്മളിതിലെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ വേണം. ഇത്രയൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനെഗർ വേണം, കുറച്ച് സോയാ സോസും വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 400 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. ഓരോ ചിക്കനിലും മൈദ നന്നായിട്ട് കോട്ടായി കിട്ടുന്നവരെയാണ് നമ്മളിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് കോട്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോട്ടായി കിട്ടുന്നവരെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5-6 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ചിക്കൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരുപാട് സമയം ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കന് ഓവർ കുക്കായിട്ട് ഇത് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കന് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഒരു സൈഡാകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു കളറിൽ കിട്ടുന്നവരെയാണ് നമ്മൾ ചിക്കൻ വറുത്തെടുക്കേണ്ടത്. ചിക്കൻ്റെ 2 സൈഡും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമ്മളിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.